ഹായ് ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും റബിയുൽ അവ്വലും ഓണാശംസകളും ചേർന്നുകൊണ്ട് ഒരു നല്ലൊരു ദിനത്തിൽ ആശംസിച്ചുകൊണ്ട് 2026 ഈ ഒരു ഓണത്തിൻ്റെയും റബിയുൽ അവ്വലും ഒരുമിച്ച് വന്നുകൊണ്ട് കോംബോ ഫെസ്റ്റിവലായി മാറിയിരിക്കുകയാണ് കേരളത്തിലും പല രാജ്യങ്ങളിലും. എല്ലാ രാജ്യത്തും ഫെസ്റ്റിവലൊക്കെ ഒരേ രീതിയിലാണോ എന്നറിയില്ല. കേരളത്തെ സംബന്ധിച്ച് ചോറുകൾ കഴിക്കലും പിന്നെ ഓണം പൂക്കളിടുകയും ഇങ്ങനെയുള്ള കേരളത്തിന്റെ വസന്തം ജനങ്ങളിൽ അറിയിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഇമ്പാക്ട്, അതൊരു വലിയൊരു ആശംസകളാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ബിഗ് ബോസ് കോണ്ടന്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ. ബിഗ് ബോസ് ഇപ്രാവശ്യം കാണണോ വേണ്ടയോ എന്ന് ഒരു ചിന്തയിലാണ്. കാരണം ബിഗ് ബോസ് അഗ്നി പരീക്ഷ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം മാരക വെറുപ്പിക്കലാണ്. ആ ഒരു ഷോ ഞങ്ങളെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്നില്ല, വെറുപ്പിക്കലാണ്. അതായത് വന്ന കണ്ടസ്റ്റൻസിനെയും അവർക്ക് തന്നെ തിരിച്ചു പോകണമെന്നൊക്കെ മൈൻഡ് ഔട്ട് വന്നിരിക്കുന്നു. അതായത് ഒരു ഷോയിൽ നിന്ന് ഞാൻ ഒന്നും നേടുന്നില്ല, എനിക്കൊന്നും നേടാൻ കഴിയില്ല എന്നുള്ള ഒരു നിരാശ മനുഷ്യനെ അലട്ടുന്ന പോലത്തെ ഒരു ഷോ ആയിട്ടാണ് ഇപ്പോൾ ബിഗ് ബോസ് 8 വന്നിരിക്കുന്നത്. അതായത് ജനങ്ങൾക്ക് കാണുന്ന നമുക്ക് 8ന്റെ പണി കണ്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും ഒരു കൂസലുമില്ല. കാരണം 3 കൂറ ജഡ്ജസിനെയാണ് കൊണ്ടിരുത്തിയിരിക്കുന്നത്. എന്ത് ഗുണത്തിന് വേണ്ടിയാണ് ഈ 3 ജഡ്ജസും കൂടി ഈ ബിഗ് ബോസ് കൊളമാക്കി എന്ന് പറയും. ഒരു ഗ്രൂപ്പ് ടാസ്ക് അല്ലാതെ ഇൻഡിവിജ്വലായി ഒരു ടാസ്കും കൊടുക്കാത്ത മാന്യന്മാരായ ജഡ്ജസ് എന്നല്ലേ അവരെ വിളിക്കാവൂ? ഇതാണോ ജഡ്ജസ്? ഇവർക്ക് എന്ത് ക്വാളിറ്റിയാണ് ജഡ്ജ് ചെയ്യാനുള്ളത്? ഇവർ എന്ത് കണ്ടിട്ടാണ് ഓരോരും ജഡ്ജ് ചെയ്യുന്നത്? ഇവർക്ക് തന്നെ പരസ്പരം ജഡ്ജിങ്ങോ കണ്ടെത്താനോ കഴിയാത്ത വെറും വിഡ്ഢികളാക്കുകയാണ് കോമണേഴ്സിനെ. ജനങ്ങളെയും സാധാരണക്കാരെയും വിഡ്ഢികളാക്കിക്കൊണ്ടുള്ളൊരു വെറുപ്പിക്കൽ ഷോ. അതാണ് ബിഗ് ബോസ് അഗ്നി പരീക്ഷ 15-ാം തീയതി തൊട്ട് തുടങ്ങിയ ഷോയെ കുറിച്ച് എനിക്ക് പറയാനുള്ള അഭിപ്രായം. ഞാൻ അതിനെക്കുറിച്ച് പ്രൊമോഷനൊന്നും കൊടുത്തിട്ടില്ല. കാരണം ആവശ്യമില്ല. വേസ്റ്റായ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ വാദോരാധത എപ്പിസോഡ് 12 എപ്പിസോഡായി കഴിഞ്ഞു. ഞാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇതെന്റെ പ്രതികരണം തന്നെയാണ്. കണ്ട് വെറുപ്പിച്ചു. എന്ത് ഇതില്ലാത്ത മത്സരമാണ് നടക്കുന്നത്? എല്ലാത്തിലും ഒരു ഗ്രൂപ്പ് ടാസ്ക്, ഇൻഡിവിജ്വൽ കാര്യങ്ങളോ ഒന്നുമില്ല. ബിഗ് ബോസിൽ പറയേണ്ടതെല്ലാം ഇവിടെ തന്നെ പറഞ്ഞു തീർത്ത് അവിടെ ഷോ അവസാനിപ്പിച്ച പോലെയാണ് ഈ ഒരു അഗ്നി പരീക്ഷ ഗോളം കൊണ്ടെത്തിയിരിക്കുന്നത്. ലാലേട്ടന് ഇനി എന്താണ് പെർഫോമൻസ് ചെയ്യാനുള്ളത്? ലാലേട്ടനും ഇത് തന്നെയാണല്ലോ ടാസ്ക് കൊടുക്കാനുള്ളത്. ആ ടാസ്ക് ഒക്കെ അഗ്നി പരീക്ഷയിൽ തന്നെ തീർത്തു കൊടുത്താൽ പിന്നെ എന്ത് ഗെയിം സ്ട്രാറ്റജി, ഇവിടെ തന്നെ എല്ലാം കഴിഞ്ഞില്ലേ? അവർ ബിഗ് ബോസിലെ പങ്കാളികളായില്ലേ? അവരെ TV ഷോയിൽ പങ്കെടുപ്പിച്ചില്ലേ? അവർ ജനങ്ങളുടെ മുന്നിൽ ഒരു കാണികൾക്ക് അവർ ഒരു കോമണേഴ്സായി വന്നു നിന്ന് അവരെ വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞ് ഇറക്കി വിടുന്നില്ലേ? യാതൊരു ജഡ്ജിങ് ക്വാളിറ്റിയും ഇല്ലാത്തവരാണ് ഈ 3 ജഡ്ജസും. വന്നതും തന്നെ നിന്നതും കണക്കാണ്, നിന്നതും കണക്കാണ്, എല്ലാം കണക്കാണ്. ഒന്നിനോടും എനിക്കൊരു അഭിപ്രായവുമില്ല. എല്ലാ പഴയ സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിനെയും വെറുപ്പിക്കുകയാണ്. പണ്ട് ജയിച്ചവരൊക്കെ ഇന്ന് മഹാ തോൽവികളായി മാറിയിരിക്കുകയാണ്. അഖിൽമാരെ പോലെയുള്ള അവരെ പണ്ടൊക്കെ നമ്മൾ വളരെ റീച്ചബിളായി സംസാരിച്ചവരാണ്. നമ്മളൊക്കെ റീച്ച് കൂടുതലുണ്ടായിരുന്നു. ആ സീസൺ 7 ആയിരുന്നു, അല്ല സീസൺ 5 സീസൺ 4 6 ആയിരിക്കും. അഖിൽമാരാർ എപ്പോൾ വന്ന സീസൺ തന്നെ മറന്നുപോയി. അപ്പോ അത്രക്കും വെറുപ്പിയിലായിരുന്നു അഖിൽമാരാറും രഞ്ജിനി ഹരിദാസും ഇപ്പൊ നാദറ അങ്ങനെയുള്ള എല്ലാവരും. ഒരു കോണ്ടന്റും ബിഗ് ബോസിന് വേണ്ടി കൊടുക്കുന്നില്ല എന്നതാണ് എന്റെ പരമാർത്ഥം. കാരണം ഈ ഷോ ജനങ്ങൾ ഇനി കണ്ടിരിക്കുമോ? ഇനി ബിഗ് ബോസ് വന്നാലും ലാലേട്ടനെ കാണാൻ മാത്രം ബിഗ് ബോസ് കാണുന്നവരുണ്ട്. അങ്ങനെ വന്ന് കണ്ടു പോകുന്നല്ലാതെ
ഇതിന് ജനങ്ങൾക്ക് ഇമ്പാക്റ്റ് ഇല്ല. ജനങ്ങൾക്കൊരു പ്രൊഫഷൻ ചെയ്യാനോ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനോ ജനങ്ങൾക്ക് ബിൽഡ് ചെയ്യാനോ ഒന്നും അവർക്ക് അവസരം കൊടുക്കുന്നില്ല. അവർ സാധാരണക്കാരാണ്. അവരുടെ കഴിവുകൾ നിങ്ങൾ വിചാരിക്കുന്നവരെ വലിയ കഴിവുകൾ കൊണ്ട് വന്നു നിൽക്കുന്നവരല്ല. അവർ സാധാരണക്കാർ തന്നെയാണ്. അവരുടെ സാധാരണത്വത്തെ അവരെ ബിഗ് ബോസിൽ കയറ്റിയിട്ട് നിങ്ങൾ ഇറക്കി വിട്ടോളൂ. അവർക്ക് കഴിവില്ലെങ്കിൽ അങ്ങനെ ഓരോ കണ്ടസ്റ്റന്റ് പോവും. ഒരാളാണ് വിൻ ചെയ്യുന്നത് ബിഗ് ബോസ്. അതിനുവേണ്ടി ഇത്രയും ആൾക്കാരെ വെറുപ്പിച്ചിട്ട് ഇറക്കി വിടേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പരസ്യമായിട്ടൊന്നും അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഒരു ഷോ നടത്തണ്ട. അത് നിങ്ങൾക്ക് സെൽ ചെയ്യാനാണ്, ഒരു സെൽ ചെയ്യാനുള്ള പ്രമോഷനാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഈ സെല്ലിങ്ങിലൂടെ ദുരന്തമാണ് കാണുന്ന പ്രേക്ഷകരുടെ റിവ്യൂ. ഞങ്ങളുടെ അഭിപ്രായം ഇതൊരു മോശം ഷോ ആണെന്നാണ്. അഗ്നിപരീക്ഷയ്ക്ക് ഒരു ത്രില്ലുമില്ല, അതിന്റെ മ്യൂസിക്കൽ കപ്പാസിറ്റിക്കൊന്നും ഒരു വിലയുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് പഴയ ആ മ്യൂസിക്കാണ്, ലോകത്തിൻ ഗതിയറിയാതെ എന്ന് പറയുന്ന ആ ഷോയുടെ ഇമ്പാക്റ്റ് ഒന്നും ഇപ്പൊ അഗ്നിപരീക്ഷ ഷോക്കില്ല കേട്ടോ. ബിഗ് ബോസിനെ ഒന്നുമല്ലാതാക്കി കളഞ്ഞു. ബിഗ് ബോസ് എന്ന് പറയുന്ന ആ വാക്കിനെ ഒരു വിലയില്ലാതാക്കണം, ക്വാളിറ്റി ഇല്ലാതാക്കണം. ഈ 3 ജഡ്ജസും പിന്നെ ആങ്കറിങ് ചെയ്യുന്ന റിനീഷ ലോകവർപ്പിക്കലാണ്. ആങ്കറിങ് ചെയ്യാനുള്ള യാതൊരു പിടുത്തവുമില്ല. എന്തൊക്കെയോ അങ്ങ് വായിട്ടിളക്കി അങ്ങ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ആങ്കറും. എന്തിനാണ്? റിനീഷ ഈസ് വേസ്റ്റ്. ആരും സപ്പോർട്ട് ചെയ്താലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഈ വന്ന കണ്ടസ്റ്റൻസിനെ ഇഷ്ടപ്പെട്ടുവെങ്കിലും ഒരാളെയും അവിടെ ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്ന ആരെയും അവിടെ ആങ്കറിങ് ചെയ്യുന്ന ആരോടും എനിക്ക് ഒരേ അഭിപ്രായം, മോശം അഭിപ്രായം. കാരണം എനിക്ക് ഇങ്ങനെയുള്ള കാണുമ്പോൾ വെറുക്കൽ എന്താന്ന് നമുക്ക് കണ്ടിട്ട് ഒരു അഭിപ്രായം പറയാൻ തോന്നാത്തതുപോലത്തുള്ളൊരു വെറുപ്പ്, അങ്ങനെ വരെ എത്തിച്ച അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. കാരണം ഈ നല്ലൊരു ദിവസത്തിൽ ബിഗ് ബോസ് ഷോയിനെ കുറിച്ച് മോശം അഭിപ്രായം പറയുമ്പോഴും, ബിഗ് ബോസ് ഷോയിന്റെ അഗ്നിപരീക്ഷ എന്ന ഷോയെ മോശം അഭിപ്രായം പറയുമ്പോഴും എനിക്കതിലൊരു സങ്കടമുണ്ട്. ഞാൻ ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു ഷോ ആണല്ലോ എന്ന്. പക്ഷെ ഇവർ വെറുപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മൾ സാധാരണക്കാർ എന്ത് ചെയ്യാനാ? അപ്പോൾ ഞാനും ഒരു സാധാരണക്കാരനാണ്. ഈ കാണുന്ന വന്ന കണ്ടസ്റ്റൻസും സാധാരണക്കാരിൽപ്പെട്ടവരാണ്. അവർ യുഎഇയിൽ നിന്നും ഒരുപാട് ഓഫീസിലേക്ക് ലീവെല്ലാം എടുത്തിട്ടാണ് അവർ അതിൽ പങ്കെടുക്കാൻ വന്നത്. അവരെ നിരാശരാക്കിയിട്ട് വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരെ ഇറക്കിപ്പെടുക. നോമർ മൈൻഡ്. രഞ്ജിനി ഹരിദാസിനോട് ഒരു യൂട്യൂബർ ചോദിച്ചു, നിങ്ങൾ അവരെ നിരാശപ്പെടുത്തി. ഞാൻ എൻ്റെ ജഡ്ജ് പറഞ്ഞു, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്, എൻ്റെ അഭിപ്രായമാണ് വില. ബിഗ് ബോസിന്റെ അഭിപ്രായത്തിന് ഒരു വിലയില്ല. സ്വന്തം അഭിപ്രായത്തിലാണ് ജനങ്ങൾ കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഷോയ്ക്ക് ബിഗ് ബോസ് എന്ന വ്യക്തിക്ക് യാതൊരു വിലയുമില്ല. ഈ ബിഗ് ബോസ് ഷോയിൽ വന്നിട്ട് നമ്മൾക്ക് ജീവിതം ബിൽഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ലേ? ഒരാളുടെ പിൻബലത്തിലാണ് ബിഗ് ബോസ് നടക്കുന്നെങ്കിൽ അതിന്റെ ഇത്രയും കുറെ 100-ലേറെ ക്യാമറയുണ്ട്. ഈ ക്യാമറയൊക്കെ ഒറ്റയ്ക്കൊരാൾ ചെയ്തു കൂട്ടുന്നതാണെന്നാണോ? അതിൽ പണിക്കാരില്ലേ? ആ ക്യാമറകൾ പ്രൊഡക്ഷൻ ചെയ്യുന്നവരില്ലേ? അതില് അവർക്കൊക്കെ എന്ത്? പിന്നിൽ പ്രവർത്തിക്കുന്ന ആരെയും ബഹുമാനിക്കാതെ പബ്ലിക്കിലുള്ളവർക്ക് മാത്രമാണോ വില? അതായത് മീഡിയയിൽ വന്ന് സംസാരിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ വില. പിന്നിൽ റോൾ ചെയ്യുന്നവർക്കൊന്നും വിലയില്ലേ? ജൂനിയർ ആർട്ടിസ്റ്റിനൊന്നും വിലയില്ലേ? ഈ വലിയ വലിയ താരങ്ങൾക്ക് മാത്രമേയാണോ ഈ വില? അപ്പോൾ സാധാരണക്കാരും ഇല്ലാത്തവനെയും ബഹുമാനിക്കാൻ പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ഷോ കൊണ്ട് നമുക്ക് എന്ത് എന്റർടൈൻമെന്റ് ആണുള്ളത്? ഈ അഗ്നിപരീക്ഷ അഗ്നിഗോളം തന്നെയാണ്. അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷണ സമയം തന്നെയാണ്. പക്ഷെ ആ പരീക്ഷണത്തിൽ ഇത്രക്കും വൃത്തികെട്ട ടാസ്ക് ഒക്കെ കൊടുത്ത്
ഒന്നും ഒരു എൻഗേജ്മെന്റ് ഇല്ലാത്ത ടാസ്ക് ഒക്കെ കൊടുത്ത് വെറുപ്പിക്കണം. അതാണ് ഞാൻ ചോദിക്കുന്നത്. 12 എപ്പിസോഡായി. നിലവാരം ഒരു എപ്പിസോഡെങ്കിലും നിങ്ങൾക്ക് മികച്ചൊരു എപ്പിസോഡാക്കാൻ പറ്റിയോ? ഇതാണ് നിങ്ങളുടെ വിലയില്ലാത്ത കൾച്ചറൽ ഫെലോ എന്ന് പറയാണ്ട് വരുന്നത്. ഈ ഷോ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ബൈ ഫോർ